ഹായ് ഫ്രണ്ട്സ്, നമുക്ക് മഷ്റൂം മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാവേ. അതിന് വേണ്ടി ഒരു മഷ്റൂം 400 ഗ്രാം ഉണ്ട്. പിന്നെ 2 തക്കാളിക്ക് അരിഞ്ഞത്, സവാള ഒരു 3 എണ്ണം അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത്. നമുക്ക് പാൻ എടുത്ത് അടുപ്പിലോട്ട് വെക്കാം. ചെറുതായിട്ട് ചൂടാക്കാം. അതിൻ്റെ അകത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കും. അതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിടാം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേന് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് വഴറ്റണം. ഇതിൽ കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. കുറച്ച് ഇത് ഞാൻ തന്നെ പൊടിച്ചുകൊണ്ട് കുറച്ചിട്ടാം. കുറച്ച് ഗരം മസാല ഇടാം. ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1-2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി. മസാലയൊക്കെ നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെക്കുന്ന തക്കാളിക്ക് ഇടാം. അത് കുറച്ചിടാം. ഒത്തിരി ഉണ്ട് ആവശ്യമില്ല. ഒരു തക്കാളിയുടെ ആവശ്യമുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റി നോക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ച വൃത്തിയാക്കി വെച്ചേക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, ഡ്രൈ ആയിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. പച്ചവെള്ളം ഒഴിക്കില്ല, ചൂടുവെള്ളം ഒഴിക്കണം. കുറച്ച് ഉപ്പ് കല്ല് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് പൊടി വേണമെങ്കിൽ ഉപ്പ് പൊടി ഉപയോഗിക്കാം. കുറച്ച് ഉപ്പ്, ഞാൻ ഉപ്പ് കല്ല് ഇടുന്നു. അതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആണെങ്കിൽ അടച്ച് വെച്ച് കഴിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അപ്പോഴത്തേനും സാധനം വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ കഴുകല്ല, ഇതാ കസ്തൂരി മേത്തി. തണുത്തിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് തിരിഞ്ഞാൽ മതി. ചുമ്മാ അപ്പോൾ തിരിഞ്ഞ സാധനം പൊടി പുറത്തോട്ടൊന്ന് തൂക്കി കൊടുക്കണം. പിന്നെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഉപ്പുണ്ട്. നമുക്ക്
നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരും. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.